ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മലയാളികളായ എല്ലാവരും അവരുടെ ഭക്ഷണക്രമത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു വീടുകളിലുണ്ടാകുന്ന കല്യാണത്തിന്, അതുമല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പ്രസാദകൂട്ടിനെ, പ്രതിഷ്ഠാദിനത്തിനുള്ള പ്രസാദകൂട്ടിനെ, അല്ലെങ്കിൽ ഒരാളുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ സദ്യ ഒരുക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വിഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ വീടുകളിലും നമ്മൾ സദ്യ ഒരുക്കി കഴിഞ്ഞാൽ ആദ്യം ഇലയിട്ട് കഴിഞ്ഞാൽ പലതരം കറികൾ വിളമ്പുന്നു. ഓലൻ, കാളൻ, അവിയൽ എങ്ങനെ പോകുന്നു. അതിനുശേഷം ചോറിടുന്നു. ചോറിട്ട് കഴിഞ്ഞാൽ സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഊണ് കഴിക്കാൻ ആരംഭിക്കുകയും അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിളമ്പുന്ന ഒരു പാനീയമാണ് മോര് എന്ന് പറയുന്നത്. ആ മോരിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യകാലങ്ങളിലെ പൂർവികന്മാർ ഉണ്ടാക്കിയിട്ടുള്ള, ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഈ സമ്പ്രദായമാണ് നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പര്യാപ്തമായ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുന്നേ, ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മുടെ പൂർവികന്മാരായ ആചാര്യന്മാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ സിസ്റ്റമാണ് ഈ മോരൊഴിച്ച് ഊണ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ മോരൊഴിച്ച് ഊണ് കഴിക്കുന്നത്? മോര് എന്ന് പറയുന്നത് ഒരു പ്രോബയോട്ടിക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ആവശ്യമുള്ള നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, അതായത് ആമാശയത്തിൻ്റെ അകത്ത് ദഹിക്കാൻ ആവശ്യമുള്ള നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാൻ ഈ മോരിന് കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പൂർവികന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം. അങ്ങനെ മോര് ഒഴിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ ഈ മോര് കൂട്ടി കഴിക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ സാധ്യമാകുകയും മനുഷ്യനെ, എല്ലാ ജനങ്ങൾക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊക്കെ വ്യത്യാസം വന്നു. പലരും വീടുകളിൽ തന്നെ മോര് ഒഴിച്ച് ഊണ് കഴിക്കുക എന്നുള്ളതൊരു ആ സിസ്റ്റം തന്നെ ഇല്ലാതായിരിക്കുന്നു. സദ്യകളിൽ തന്നെ, അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പ്രസാദകൂട്ടിനോ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മോര് തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഈ പൂർവികന്മാർ കണ്ടെത്തിയിട്ടുള്ള സിസ്റ്റത്തെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്ക് പല അസുഖങ്ങളും, വൈറസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുകയും നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, പുതിയ തലമുറ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ശീലങ്ങൾ, ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് പഴംപൊരി, ബീഫ്, അങ്ങനെ പല വിഭവങ്ങൾ. അതിനോടൊപ്പം ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അസുഖങ്ങൾ കൂടുതൽ വളരുകയും ഹോസ്പിറ്റലിൽ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, പുതിയ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ആദ്യകാലങ്ങളിൽ രാവിലത്തെ ഭക്ഷണം പറഞ്ഞ പഴം കഞ്ഞി കുടിച്ചാണ് ആൾ ജീവിച്ചിരുന്നത്. പിന്നെ കാലഘട്ടത്തിൽ മാറി ദോശ, അങ്ങനെ ഫലങ്ങൾ. പിന്നെ പുതിയ തലമുറ ഇപ്പോൾ സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വീടുകളിലാണ് തന്നെ പലതരം വിഭവങ്ങൾ പുതിയ തലമുറ ഉണ്ടാക്കി കഴിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നോട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭക്ഷണക്രമത്തിൽ മാറ്റം വരികയും അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പൂർവികന്മാരുണ്ടാക്കിയിട്ടുള്ള ഈ സിസ്റ്റം അവഗണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരോഗ്യമില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിക്കാനായിരിക്കും നമുക്കതുകൊണ്ട് കഴിയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനവിഭാഗങ്ങളാണ്. രാജ്യം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നീങ്ങണമെങ്കിൽ ആരോഗ്യമുള്ള ജനവിഭാഗം ഉണ്ടാകണം. പണിയെടുക്കാൻ ആരോഗ്യമുള്ള ജനവിഭാഗം ഉണ്ടെങ്കിൽ മാത്രമാണ് രാജ്യം പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ പൂർവികന്മാരുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണക്രമത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ വലിയ വിപത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഭക്ഷണക്രമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, പല പൂർവികന്മാരുണ്ടായിട്ടുള്ള പല പുരാതനങ്ങളായ പല കാര്യങ്ങളും ഇന്നിവിടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് നമ്മൾ ഇവിടെ പല ദുരിതങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഭക്ഷണമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, പൂർവികന്മാരുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണക്രമമല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ലെങ്തിയാവും. അതുകൊണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, പുതിയ തലമുറ, നമ്മുടെ സാഹചര്യം, പുതിയ തലമുറ സാമ്പത്തികമായി മുന്നോട്ട് പോകുമ്പോൾ പഴമയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ പൂർവികന്മാരുണ്ടാക്കിയിട്ടുള്ളത് ആ സിസ്റ്റത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ രാജ്യത്തിൻ്റെ ആരോഗ്യമുള്ള ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാൻ പഴമക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആ സിസ്റ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറ ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ ജനങ്ങളും അവരുടെ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖകരമായ ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.